അപ്പോൾ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ എന്താണെന്ന് വെച്ചാൽ ഇതിൽ ഞാൻ എന്തൊക്കെ എക്സ്ട്രാ വർക്ക് ചെയ്തിട്ടുണ്ട് എന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. ഞാൻ ഇതിലിപ്പോൾ എക്സ്ട്രാ വർക്ക് പറഞ്ഞാൽ നമ്മൾ വണ്ടി എടുക്കുമ്പോൾ തന്നെ കണ്ടീഷൻ ചെയ്ത് തന്നെയായിരുന്നു. ഞാനിതിൽ വർക്ക് എടുത്തത് മാത്രം പറഞ്ഞാൽ അതിൽ പെയിൻറ്റിങ് കറക്റ്റ് ക്വാളിറ്റി തന്നെയായിരുന്നു. പെയിൻറ്റിങ് ഇത് സാധാ പെയിൻറ്റിങ് അല്ല, അതായത് റെഡ് വരുമ്പോൾ നോർമലി വരുന്ന റെഡ് അല്ല, ഇതിൽ ഒരു മിന്നലൊക്കെ കലർന്നിട്ട് വരുന്നത് ഒരു മിക്സഡ് പെയിൻറ്റാണ്. ഓക്കെ, അത് ഞാൻ എടുക്കുമ്പോഴേ ഉള്ളതാണ്. അതുകൊണ്ട് എനിക്ക് ചിലവൊന്നും വന്നില്ല. പിന്നെ എനിക്ക് ചിലവ് വന്നത് സ്റ്റിക്കർ വർക്ക് ഞാൻ ചെയ്ത് ഈ എംബളമൊക്കെ ഊരി കഴിഞ്ഞിട്ടാണ് സ്റ്റിക്കർ വർക്ക് ചെയ്തിട്ടുള്ളൂ. പിന്നെ അതിന് ശേഷം വന്നിട്ട് കാർബറേറ്ററിൽ കുറച്ച് വർക്കുണ്ട്. അതുപോലെ തന്നെ നമ്മൾ പവർ ബോക്സ് കയറ്റിയിട്ടുണ്ട്. പിന്നെ ഈ സ്റ്റിക്കർ വർക്ക് കൂടുതലും ഞാൻ ചെയ്ത സ്റ്റിക്കർ വർക്കാണ്. കാരണം ചിലവില്ലാത്തൊരു വകുപ്പ് ഏറ്റവും ചിലവമ്മയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് അത് തന്നെയാണ്. ഓക്കെ, സ്റ്റിക്കർ വർക്ക് നമ്മൾ ചെയ്യും. പിന്നെ അതിൽ കിടക്കുന്ന ഷോക്ക് ഒബ്സർ യമഹേൻ്റെ നോർമൽ ഷോക്കല്ല, നമ്മൾ കുറച്ച് ഹൈറ്റ് കിട്ടാനും കുറച്ച് സസ്പെൻഷൻ കട്ടാകാൻ വേണ്ടി വേറെ വണ്ടീനെ കയറ്റിയതാണ്. ഓക്കെ, അതേപോലെ സൈലൻസർ നിക്ലിം വർക്ക് കഴിഞ്ഞ് സൈലൻസറും മൊത്തം നിക്ലിം വർക്ക്, അതുപോലെ പൗഡർ കോട്ടിങ് എല്ലാം വർക്കും കഴിഞ്ഞതാണ് വണ്ടി. എനിക്ക് കിടക്കുന്ന ഫ്ലൂട്ട് നമ്മൾ മാറ്റിയതാണ്. ഫ്ലൂട്ടിന് മാത്രം ഒരു 800 രൂപ സംതിങ്. ആ ഫ്ലൂട്ടിൻ്റെ ചാർജ് മാത്രമുണ്ട്. സ്പെഷ്യൽ അവർക്ക് സെറ്റിംഗ് ചാർജ് പറഞ്ഞാൽ ഗ്ലാസ് ഫുൾ ഇടാനൊക്കെ നമ്മൾ സെറ്റിംഗ് ചാർജൊക്കെ ഒരു എക്സ്ട്രാ കൊടുത്തിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞാൽ ഒരു മൂഞ്ച് തൂക്കിയിട്ടുണ്ട്. മൂഞ്ച് തൂക്കാണ് ഇവിടെയാണ് കട്ടയിട്ടിരിക്കുന്നത്. വണ്ടി വൃത്തിയാക്കിയിട്ടില്ല കണ്ടില്ലേ. അപ്പോൾ ഇവിടെ കട്ടയിട്ട് നമ്മളൊരു മൂഞ്ച് തൂക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത് XL100ൻ്റെയാണ് ഈ റൂം വരുന്നത്. ഇത് നമുക്ക് ഡയറക്റ്റ് ഫിറ്റിംഗ് ആണ്. ഫിറ്റിംഗ് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ആകെ നമുക്ക് വരുന്നത് ഇവിടെ ഈ സാധനത്തിൽ XL ആകുമ്പോൾ ഇത് കുഞ്ഞു ഹോളായിരിക്കും ഇവിടെ. അപ്പോൾ നമ്മൾ അതിൻ്റെ ഉള്ളിലുള്ള സാധനം ഒന്ന് ഊരിക്കളയാം, ഒന്ന് ഹീറ്റ് ചെയ്ത് ഊരിക്കളയാനുള്ള പണിയുള്ളൂ, അല്ലാണ്ട് ഒരുപാട് പണിയൊന്നുമില്ല. അപ്പോൾ നമ്മൾ അത് ചെയ്തിട്ടുണ്ട്. അതിന് ശേഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സാധനം ബ്രേക്ക് ലിവർ അത് നമ്മൾ മാറ്റിയതായിരുന്നു. പിന്നെ വണ്ടി ചെറുതായിട്ടൊന്ന് വീണപ്പോൾ ലിവറിൻ്റെ അറ്റം പൊട്ടിപ്പോയതാണ്. പിന്നെ ഇതിന് മാത്രം അത്യാവശ്യം നല്ലൊരു ചാർജും വരുന്നുണ്ട്. കാരണം നിക്ലിം പീസ് ആയതുകൊണ്ട് ചാർജ് വരുന്നുണ്ട്. ഒന്നില്ലെങ്കിൽ നമ്മൾ അത് ചെയ്യണം, അല്ലെങ്കിൽ പിന്നെ നിക്ലിം പീസ് നമ്മൾ നോർമലി ബ്ലാക്ക് മേടിച്ചിട്ട് നിക്ൽ ചെയ്യണം. ബ്ലാക്കിന് ആകെ വരുന്നത് 120 രൂപ 200 രൂപേൻ്റെ അടുത്താണ് 2 പീസ് വരുന്നത്. അപ്പോൾ നമ്മളത് ഇനിയിപ്പോൾ ചെയ്യാൻ കൊടുക്കണം. നമ്മൾ ഒന്നിൽ മേടിച്ചിട്ട് ഇവിടെ നിക്ലിങ്ങിന് കൊടുക്കണം, അല്ലെങ്കിൽ ഇത് കിട്ടണ പോലെ നമ്മൾ റേറ്റ് കൊടുത്ത് എടുക്കേണ്ടി വരും. അത് കഴിഞ്ഞാൽ നമ്മൾ ചെയ്തിരിക്കുന്നത് ഇതിൽ മീറ്ററൊക്കെ ഇതിൻ്റെ തന്നെയാണ് കേട്ടോ. വയറിംഗ് കിറ്റൊക്കെ ചെറിയൊരു കംപ്ലയിൻറ്റ് ഉണ്ടായിരുന്നു. പിന്നെ അതൊക്കെ നമ്മൾ ചെയ്തെടുത്തതാണ്. പിന്നെ നമ്മളെല്ലാം പക്ക ആയിട്ടൊരു വണ്ടി, പക്ഷേ ഇതിൻ്റെ റേറ്റ് 93 രൂപയായി. പക്കാനുള്ള വണ്ടി കിട്ടണമായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ആ ഒരു റേറ്റിന് ഡിസ്കൗണ്ട് വണ്ടി കിട്ടുമായിരുന്നു. പക്ഷെ നമ്മൾ തപ്പാൻ നിന്നില്ല. നമുക്ക് ഭയങ്കര ആക്രാന്തമായിരുന്നു ഈ വണ്ടീനോടുള്ള ആക്രാന്തം കൊണ്ട്. നമ്മൾ ഒന്നുമില്ല ഉണ്ടെന്ന് പറഞ്ഞാൽ അങ്ങനെ പോയി എടുത്തായിരുന്നു ഈ വണ്ടി. അങ്ങനെയാണ് എടുത്തത്. ഓക്കെ, അപ്പോൾ നിലവിൽ വണ്ടി കംപ്ലയിൻറ്റ് പറയാൻ ഒരു ക്ലച്ചിൻ്റെ മാത്രം ചെറിയൊരു സൈഡിൽ നിന്ന് ചെറിയൊരു കംപ്ലയിൻറ്റ് ഉണ്ട്. അതുപോലെ ക്രാഷ് കാർഡ് നമ്മൾ ഇത് പുതിയ പീസാണ്. ഇത് നിക്ലിം പീസ് അല്ലാതെ പുതിയ പീസാണ്. ഇത് ചെറിയൊരു ബെൻഡ് ആയതായിരുന്നു. അതായത് വീണ്ട ബ്രേക്ക് കേബിളും പൊട്ടി ഇത് ചെറിയൊരു ബെൻഡും ആയതായിരുന്നു. അത് നമ്മൾ നോക്കി എടുത്തതാണ് ഈ സാധനം. അതുപോലെ പിന്നെ ഇഞ്ചൻ സൈഡ് വരുന്ന സമയത്ത് ഇഞ്ചൻ സൈഡ് പക്കാണ്. കാരണം ഇഞ്ചൻ സൈഡിൽ നിന്ന് ഒരു നോയ്സ് ഒരു പ്രശ്നവും ഇതുവരെ വന്നിട്ടില്ല. ഇഞ്ചൻ സൈഡ് പക്കാന്ന് പറഞ്ഞാൽ 2 ബോർ കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കുറച്ച് പവർ ഇൻക്രീസ് ആണ് വണ്ടി. അതാണ് നിലവിൽ ഇഞ്ചിൻ്റെ സൈഡിൽ നിന്നുള്ളത്. പ്രശ്നങ്ങളായിട്ടൊന്നുമില്ല. പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഇനി നമുക്ക് ഒരു ബോറും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. ഈ ഒരു ബോറും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സിലിണ്ടറിൽ എന്തെങ്കിലും പ്രശ്നം വന്നു നമ്മൾ സാധനം മാറ്റേണ്ടി വരും. അതാണ് ഒരു ബുദ്ധിമുട്ട്. അപ്പോൾ നമുക്ക് സാധനം കിട്ടാതെ ആണെങ്കിലും ഇല്ലെങ്കിൽ ഒരുപാട് ബഡ്ജറ്റ് ആയതുകൊണ്ട് നമുക്ക് ആ ഒരു സമയത്ത് മാത്രമേ നമുക്ക് ബുദ്ധിമുട്ട് വരാനുണ്ട്. വേറെ ഇപ്പോൾ ഇഞ്ചിനിൽ നിലവിലൊന്നുമില്ല. അതുപോലെ ഞാൻ ക്ലച്ച് കുറച്ച് പവറാക്കിയിട്ടുണ്ട്. ഇതൊക്കെയാണ് നമ്മൾ ഇഞ്ചിനിൽ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ മൈലേജ് ഭയങ്കര കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ വേറൊരു കംപ്ലയിൻ്റ് എന്ന് വെച്ചാൽ നമ്മുടെ വണ്ടീൻ്റെ ചെയിൻ സ്പോക്കറ്റ് പോയിട്ടുണ്ട്. ചെയിൻ സ്പോക്കറ്റ് പോയി പറഞ്ഞാൽ സൗണ്ടോ കാര്യങ്ങളൊന്നുമില്ല, പക്ഷെ എന്നാലും ചെയിൻ സ്പോക്കറ്റ് ഭയങ്കരമായിട്ട് പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ചെയിൻ സ്പോക്കറ്റ് പോകുമ്പോൾ നമ്മുടെ വണ്ടീൻ്റെ എടുപ്പ് ചെറുതായിട്ടൊന്ന് കമ്മിയാവും. അപ്പോൾ അതും കൂടെ നമ്മൾ സൂക്ഷിക്കണം.